കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പാഠ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും നീതിയെയും കുറിക്കുന്ന പാഠ പുസ്തകമാണ്. നമുക്കിന്ന് പഠിക്കുവാനുള്ളത് 4-ാമത്തെ പാഠമാണ്. ദൈവത്തിൻ്റെ വൈകാരികതയും അനുകമ്പയും ഉള്ള സ്നേഹത്തെക്കുറിച്ചാണ്. നാം ഇന്ന് ഈ പാഠം ചർച്ച ചെയ്യുമ്പോൾ 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ ഏവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളോടൊപ്പം പാഠം പഠിക്കുവാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പാസ്റ്റർ ഡോണി മാത്യു ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ദൈവനാമത്തിൽ ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി പാസ്റ്റർ. ദൈവത്തിൻ്റെ വൈകാരികത, ദൈവത്തിൻ്റെ അനുകമ്പാർദ്രമായ സ്നേഹം, ഇവയാണ് നമുക്ക് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. 2 അന്തരങ്ങളെക്കുറിച്ച് ഇന്നത്തെ ഈ ആഴ്ചത്തെ പാഠത്തിൽ പറയുന്നു. ഒന്ന്, വൈകാരികത, അത് എത്രമാത്രം തീവ്രം ആകാം. മറ്റൊന്ന്, യുക്തി സാഹസികത. ഈ യുക്തിബോധം വളരുമ്പോൾ എത്രമാത്രം അപകടത്തിലേക്ക് നമുക്ക് പോകുവാൻ തക്കോണം സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. നമുക്ക് മനഃപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 49-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യമാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഫസ്റ്റ് ബിനോയ്, ദൈവത്തിൻ്റെ സ്നേഹത്തെ പല സന്ദർഭങ്ങളിൽ വേദപുസ്തകത്തിൽ പലതിനോടും ഉപമിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ സ്നേഹമായിട്ടും പക്ഷികൾക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമായിട്ടും അപ്പന് മക്കളോടുള്ളതായ സ്നേഹമായിട്ടും ഒക്കെ വിവരിച്ചിരിക്കുന്നു. എന്നാൽ മാനുഷികമായി നാം ചിന്തിക്കുമ്പോഴും നമുക്ക് ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നുന്നതായ ഒരു താരതമ്യം എന്ന് പറയുന്നത് മക്കളോട് അമ്മയ്ക്ക് തോന്നുന്നതായ ഇഷ്ടം, സ്നേഹം. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ ഇത്തരത്തിൽ മക്കളോട് അമ്മയ്ക്ക് തോന്നുന്ന സ്നേഹത്തോട് ഉപമിച്ചിരിക്കുന്നത്? ദൈവസ്നേഹത്തെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ അല്ലെങ്കിൽ മക്കളുടെ, അമ്മയും മക്കളും അതൊരു ബന്ധത്തിൽ താരതമ്യം ചെയ്യുന്നതിൻ്റെ കാരണം മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അത് മനുഷ്യർക്ക് മനസ്സിലാകും. മറ്റു കാര്യങ്ങളൊക്കെ എത്ര പറഞ്ഞാലും ഒരു പക്ഷേ മനുഷ്യർക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ കഴിയത്തില്ല. ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ അമ്മ 10 മാസത്തെ തയ്യാറെടുപ്പ്, കാത്തിരിപ്പ്, ശാരീരികമായ വേദന, അവരുടെ ത്യാഗം അതിലുൾപ്പെടുന്നു. ആ നിമിഷത്തെ വലിയ അപകടങ്ങൾ തരണം. ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും ഈ അമ്മയും വീണ്ടും ജനിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തെ അതിനോട് ഉപമിക്കുകയാണ്, നൊന്ത് പ്രസവിക്കുകയാണ്. ഒരു അമ്മയ്ക്ക് സ്വന്തം മക്കളോട് സ്നേഹം തോന്നാതിരിക്കണമെങ്കിൽ അവർക്ക് അമാനുഷികമായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലേ ഒരമ്മയ്ക്ക് മക്കളോട് സ്നേഹം തോന്നാതിരിക്കുള്ളൂ. ആ ബന്ധം ഒരു പൊക്കിൾക്കൊടി ബന്ധമാണ്. അത് അത്ര വലിയൊരു വികാരമാണ്. മാതൃവികാരത്തെക്കാളും അത്ഭുതകരമായ, ഇപ്പോഴും ഒരുപക്ഷെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ശാസ്ത്രത്തിന് പോലും കഴിയാത്ത ഒരു നല്ല റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് പറയുന്നത് അമ്മ സ്നേഹിക്കുന്നത് പോലെയാണ്. സങ്കീർത്തനം 103:13 ഉദയം അസ്തമയത്തോട് അകർന്നിരിക്കുന്നത് പോലെ ലംഘനം നമ്മളെ അകറ്റിയിട്ടുണ്ട് ഈ സ്നേഹത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന്. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നു, ഒരിക്കലും തമ്മിൽ ചേരത്തില്ല, അടുക്കത്തില്ല. അതുപോലെയാണ് നമ്മൾ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത്. എന്നിട്ടും ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നു, എന്നിട്ടും ദൈവം നമ്മളെ ചേർക്കുന്നു, എന്നിട്ടും ദൈവം നമ്മളെ ക്ഷമിക്കാൻ തയ്യാറാണ്. അത് ഈ അമ്മയ്ക്ക് മക്കളോട് തോന്നുന്ന സ്നേഹം പോലെയാണ്. ഒരു സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. പിന്നെ പറയുന്നത് എഫ്രായിം എൻ്റെ വത്സലപുത്രൻ, എൻ്റെ ഓമനക്കുട്ടൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ഓർക്കുമ്പോൾ നിന്നെക്കുറിച്ചുള്ള ഓർമ്മ എനിക്ക് വരികയാണ് എന്ന് പറയുകയാണ്. എൻ്റെ ഹൃദയം നിനക്കു വേണ്ടി തുടിക്കുന്നു, എൻ്റെ ഹൃദയം നിനക്കു വേണ്ടി തുടിക്കുന്നു. അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ കുഞ്ഞിന് വേണ്ടി തുടിക്കുന്നത് അമ്മയുടെ ഹൃദയമാണ്. അമ്മ കഴിക്കുന്ന ഭക്ഷണമാണ് കുഞ്ഞിന് ഊർജം നൽകുന്നത്. അതുകൊണ്ടാണ് ബിലവഡ് ചിൽഡ്രൻ,
ഞാൻ പ്രസവിച്ച മക്കളോട് കരുണ കാണാതിരിക്കുമോ, കരുണ തോന്നിക്കാതിരിക്കുമോ എന്ന് യേശു ചോദിക്കുന്നത്. നാം വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇത്രമാത്രം സ്നേഹമാണ്, വൈകാരികമായ അടുപ്പമാണ് ദൈവം നമ്മളോട് കാണിക്കുന്നത്. അത് ഓരോ രാവിലെയും എനിക്ക് പുതിയതായി അനുഭവപ്പെടുന്നു എന്ന് പറയുകയാണ്. വൂംബ് ലൈക്ക് കെയർ, ദൈവസ്നേഹത്തിനെ ഓമിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ സുരക്ഷിതത്വം എന്നാണ്. പാസ്റ്റർ ടോണി, ദൈവത്തിൻ്റെ സ്നേഹം മാനുഷികമായി നമുക്ക് വർണ്ണിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യർക്ക് അവരുടെ കുഞ്ഞുങ്ങളോടുള്ളതായ സ്നേഹത്തെ ഉപമിച്ച് ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ദൈവത്തിൻ്റെ ദയ നമ്മെ ഓരോ ദിവസവും പുനരുജ്ജീവിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. എങ്ങനെയാണ് നമുക്ക് ഈ ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും ഒരു ന്യൂനെസ് ഇൻ ലൈഫ് നൽകുന്നത്? നമ്മൾ മനസ്സിലാക്കിയാൽ, നമ്മൾ ഈ 2 പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ട്, പരീക്ഷരൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന. അതിൽ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നതാണ്, എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല, എന്നോട് അനുകമ്പ അല്ലെങ്കിൽ കരുണ കാണിക്കണമേ എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നും പുകഴാനില്ല. ദൈവം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റിന്, നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന തെറ്റിനോട് കൊടുക്കുന്ന ശിക്ഷയും കോപവും അത് നമ്മൾ മനസ്സിലാക്കിയാൽ ദൈവം നമ്മളോട് എത്രമാത്രം കോപിക്കേണ്ടതാണ്. എന്നാൽ ദൈവം അത് കാണിക്കാതെ നമ്മുടെ ഒരു തിരിച്ചുവരവ്, നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് അനുരൂപപ്പെടുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട്, അങ്ങനെ ആകാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യാണ്? ദീർഘക്ഷമ അല്ലെങ്കിൽ അനുകമ്പ നമ്മൾ കാണിക്കുകയാണ്. അത് കാണിക്കുന്നു എന്നറിയുന്നത് നമുക്ക് ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ വളരെ ആശ്വാസം നൽകുന്നതാണ്. നമ്മുടെ തെറ്റുകളെ തിരുത്തുവാൻ അത് നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ്, ശക്തി പകരുന്നതാണ്. നമുക്ക് വളരെ ആശ്വാസകരമാണ്. ഒരു ദൈവം എനിക്ക് ഒരു ദൈവമുണ്ടല്ലോ, എന്നെ കരുതുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നോട് ദയ കാണിക്കുന്ന, എന്നോട് അനുഭവം കാണിക്കുന്ന ഒരു ദൈവം മനുഷ്യരില്ലെങ്കിലും, ആരും എനിക്ക് ആശ്രയിക്കാനില്ലെങ്കിലും, ഈ ഭൂമിയിൽ എന്നെ ആര് വെറുത്താലും എന്നെ സ്നേഹിക്കുന്നതും ക്ഷമിക്കുന്നതും ദയ കാണിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടല്ലോ എന്ന ആ ഒരു ഉറപ്പ്, അത് നമുക്ക് വളരെ ആശ്വാസകരമാണ്. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം ആയിരിക്കും. പ്രിയ ദൈവമക്കളെ, വീണ്ടും നിങ്ങളെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ ബിനോയ്, ദൈവസ്നേഹത്തെയും ദൈവത്തിൻ്റെ അനുകമ്പയെയും കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോശേയാവിൻ്റെ പുസ്തകത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രകടമായ ഒരു ചിത്രീകരണം വരച്ച് കാണിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹം ആ പുസ്തകത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്? ഹോശേയ പ്രവാചകനോട് ദൈവം പറഞ്ഞത് ഒരു വേശ്യാസ്ത്രീയെ വിവാഹം കഴിക്കാനും അങ്ങനെ ഉണ്ടായ 2 കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളായിട്ട് കാണാനാണ് പറഞ്ഞത്. എന്നിട്ട് ഈ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം അദ്ദേഹത്തിൽ നിന്ന് ഓടിപ്പോകുന്നു. അദ്ദേഹത്തിനുണ്ടായ ധാന്യവും സമ്പത്ത് കൊടുത്തിട്ട് ഇവരെ വീണ്ടും അവിടെ ചെന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. അതാണ് ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്തിൻ്റെ വികാരവും അനുകമ്പയും ഈ വാക്യങ്ങൾ നമുക്ക് കാണാൻ നോക്കാം. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു എന്ന് പറയുന്നു. മിസ്രൈമിൽ ഞാൻ എൻ്റെ മകനെ വിളിച്ചു, അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നു പോയി. നമ്മളുടെ ഒരു അവസ്ഥയാണത്. വിളിക്കും തോറും ദൈവത്തിൽ നിന്ന് അകന്നു പോകുക. പിന്നെ ബാൽബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു. എന്നെ സ്നേഹിക്കുന്നതിന് പകരം വേറെ മനുഷ്യരിലേക്ക് സ്നേഹം പോയി ആരാധിച്ചു എന്നാണ് പറയുന്നത്. വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടക്കാൻ പഠിപ്പിച്ചു. എന്തൊരു വികാര വായ്പാണത്. ഞാൻ അവരെ എൻ്റെ കൈകളിലെടുത്തു, ഭുജങ്ങളിലെടുത്തു. എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി. ഞാൻ അവർക്ക് സൗഖ്യം കൊടുത്തു. അവർ അറിഞ്ഞില്ല, ഞാൻ സൗഖ്യം കൊടുത്തത് അവർ അറിഞ്ഞില്ല. മനുഷ്യപാശങ്ങൾ കൊണ്ട്, സ്നേഹബന്ധനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വലിച്ചു. മനുഷ്യപാശം കൊണ്ട്, സ്നേഹബന്ധം കൊണ്ട് ഞാൻ അവരെ വലിച്ചു എന്നാണ്. തെറ്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവരുടെ താടിയിന്മേലുള്ള നുകം നീക്കിക്കളയുന്നതിനെ പോലെ ഞാൻ അവർക്കായിരുന്നു. അവരുടെ നുകം മാറ്റിക്കൊടുത്തു, അവരുടെ കഷ്ടത മാറ്റി എന്ന് പറയുകയാണ്. ഞാൻ അവർക്ക് തീൻ കൊടുത്തു, ഭക്ഷണം കൊടുത്തു. അമ്മമാർ മക്കൾക്ക് വാരി കൊടുക്കുന്നത് പോലെ. അവൻ മിസ്രൈം ദേശത്തേക്ക് മടങ്ങിപ്പോയില്ല, എന്നാൽ മടങ്ങി വരാൻ അവർക്ക് മനസ്സില്ലായ കൊണ്ട്
അവർക്ക് കഷ്ടപ്പെടുത്തുന്നവർ അവരുടെ രാജാവാകും. അവർ ആലോചന നിമിത്തം വാൾ അവൻ്റെ പട്ടണങ്ങളിന്മേൽ വീണ് അവൻ്റെ ഓടാമ്പലുകളെ നശിപ്പിച്ച് ഒടുക്കിക്കളയും എന്നൊക്കെയാണ് പറയുന്നത്. ഇത്രമാത്രം വലിയ കൈകളിലെടുക്കുക, വാരിക്കൊടുക്കുക, നുഖമെടുത്ത് മാറ്റുക. ആർക്ക് പറ്റും ഒരു മനുഷ്യന് വേണ്ടി ഇത്രയുമൊക്കെ ചെയ്യാൻ? ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. ശലോമോൻ രാജാവിൻ്റെ മുമ്പിൽ 2 അമ്മമാർ ഇതെൻ്റെ കൊച്ചാണെന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊണ്ടുവന്നു. അവസാനം രാജാവ് പറയുന്നു ഈ കുഞ്ഞിനെ കൊന്ന് 2 പേർക്കും കൊടുക്കാൻ. അപ്പോഴാണ് യഥാർത്ഥ അമ്മയ്ക്ക് വേദന വന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതുപോലെയാണ് മക്കളോടുള്ള ഇത്ര തരളിതമായ സ്നേഹം, മായ്ച്ചു കളയാൻ പറ്റാത്ത സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. പാസ്റ്റർ ഡോണി, ദൈവസ്നേഹത്തെ നമുക്ക് നമ്മുടെ മനുഷ്യ ജൽപ്പനങ്ങളായ വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ അതിൻ്റെ ആകത്തുകയെക്കുറിച്ച് പറയുന്നു. എന്താണ് അവിടെ പറയുന്നത്? നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ പൗലോസ് ആദ്യമേ പറയുന്നത് മനസ്സലിവുള്ള പിതാവ്. ഈ മനസ്സലിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഏത് കാര്യത്തിനും ശിക്ഷിക്കുക, അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് അർഹനാണ്, എന്നാൽ അതിനെ ശിക്ഷിക്കാതെ കടുംപിടുത്തം പിടിക്കാതെ അവനെ നന്നാക്കിയെടുക്കുവാൻ. ശിക്ഷിച്ചാൽ ചിലപ്പോൾ എന്താണ്, ഒരു ശിക്ഷ കൊടുത്ത് പുറത്ത് കളയാം. പക്ഷേ അതിൽ പകരം അവനെ എന്ത് ചെയ്യണം? നന്നാക്കി വളർത്തണം എന്നുള്ള ആഗ്രഹത്തോട് എന്താണ് മനസ്സലിവ് കാണിക്കുകയാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനത്തിൽ അത് കുറച്ചുകൂടെ വിശദമാക്കുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ വരുമ്പോൾ അത് നമുക്കവിടെ കുറച്ചുകൂടെ വിശദമായിട്ട് കാണാൻ കഴിയും. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം, അതിൽ നമുക്കത് കുറച്ചുകൂടി വിശദമായി 4-ാമത്തെ വാക്യം വായിക്കാമെങ്കിൽ അതിങ്ങനെയാണ് കാണുന്നത്. എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിന് മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മുടെ പ്രവൃത്തി അനുസരിച്ച് നമുക്ക് കിട്ടേണ്ടത് നരകമാണ്, അല്ലെങ്കിൽ മരണമാണ്, ശിക്ഷയാണ്, ഒക്കെയാണ്. എന്നാൽ ദൈവം എന്തിരിക്കുന്നതാണ്? എന്താ ചെയ്തിരിക്കുന്ന വായിച്ചത് നമ്മളിവിടെ? നമ്മളെ കരുണാസമ്പന്നനായ ദൈവം. പൗലോസിന് ഒരുപക്ഷെ പൗലോസിൻ്റെ അനുഭവമായിരിക്കും ആ പദമൊക്കെ അങ്ങനെ എഴുതിപ്പിച്ചത്. ദൈവം മനുഷ്യരോട് കാണിച്ച പൗലോസിൻ്റെ ജീവിതത്തിലും ദൈവത്തെ നമ്മൾ പഠിച്ചാൽ കൃത്യമായും പൗലോസിൻ്റെ ദൈവത്തിൻ്റെ ആ കരുണ ലഭിച്ചിട്ടുണ്ട്. പൗലോസിൻ്റെ വീഴ്ചയുടെ മുതൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയ നാൾ മുതൽ പൗലോസ് മനസ്സിലാക്കുകയാണ്. അപ്പം മനുഷ്യർക്ക് മുഴുവൻ ദൈവം അങ്ങനെ ആ കരുണ കാണിക്കുന്നത് ഇവിടെ എടുത്തു പറയുകയാണ്. അപ്പോൾ പൗലോസ് നമ്മളോട് പറയുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ അനുകമ്പ, മനുഷ്യനെ സ്നേഹിക്കുവാൻ മാത്രം നോക്കിയിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രകൃതി മനസ്സിലാക്കി. നമ്മൾ ഇതിനൊന്നും യോഗ്യരല്ല. അപ്പോൾ ക്രിസ്തു നമ്മളെ അത്രയ്ക്ക് അനുകമ്പയോടെ, നമ്മളെ വാത്സല്യത്തോടെ നമ്മളെ തിരുത്തണം, നമ്മൾ നന്നായി വരണം എന്ന ഒരാഗ്രഹമാണ് പ്രകടമാക്കുന്നത്. ആ തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പാസ്റ്റർ ബിനോയ്, ഞാൻ ഒരല്പം കടന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ ദൈവം വളരെ അനുകമ്പാർത്ഥനായ ഒരു ദൈവമാണ്. ഈ അനുകമ്പയുള്ളതായ ദൈവത്തിന് എങ്ങനെ ഒരു അസൂയയുള്ള ദൈവവുമായി തീരുവാൻ ഗുണം സാധിക്കും? അത് വളരെ സുപ്രധാനമായൊരു ചോദ്യമാണ്. കാരണം അത് യഥാർത്ഥത്തിൽ ഒരു ഭാര്യ-ഭർത്തൃ ബന്ധത്തിലൂടെ നമുക്കതിനെ വിശദീകരിക്കാൻ പറ്റും. അതായത് ഒരു പുരുഷൻ വേറൊരു സ്ത്രീയെ സ്നേഹിക്കുകയാണെങ്കിൽ, ഭർത്താവിനെ വിട്ടിട്ട്, അത് അവരോട് മാത്രമുള്ള സ്നേഹമാണ്. അത് പ്രകൃതിയുടെ ഒരു നിയമമാണത്. ഒരു ഭാര്യയ്ക്ക് അത് ദൈവത്തിൻ്റെ നിയമം കൂടെയാണ്. അപ്പോൾ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേറൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ സ്നേഹം പരിവർത്തിക്കപ്പെട്ടു പോയി, അല്ലെങ്കിൽ മാറ്റപ്പെട്ടു പോയാണ്. ദൈവം പറയുന്നു, ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു, എന്നെ കവിഞ്ഞ് വേറെ ആരെയും നീ സ്നേഹിക്കണ്ട, ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് കണ്ട് നിന്നെ
മാത്രം ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നീ എന്നെ മാത്രമേ സ്നേഹിക്കാവൂ. ദൈവം അതുകൊണ്ടാണ് അസൂയ എന്ന് പറയുന്നത് നശിപ്പിക്കുന്ന അസൂയയല്ല, മനുഷ്യവികാരമായ ഒരു അസൂയയല്ല. പകരം അത് ഞാൻ നിന്നെ തീഷ്ണതയുള്ള ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ദൈവത്തിന് തന്നെ അറിയാം ദൈവം സ്നേഹിക്കുന്നത് പോലെ ഒരു വ്യക്തിയും ഒരു മനുഷ്യനും മറ്റാരും മനുഷ്യനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടും കൂടെ അല്ലേ ഈ അസൂയ ദൈവത്തിന് ഉളവാകുന്നത്? തീർച്ചയായിട്ടും. അസൂയ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അസൂയ അല്ലത്. നീ എന്നെ സ്നേഹിക്കണം, ഞാൻ നിന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നു, നീ എന്നെ വിട്ട് വേറെ എങ്ങും പോകാൻ പാടില്ല, നീ എന്നോടൊപ്പം തന്നെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ. അതുകൊണ്ടാണ് അസൂയയുള്ള അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന കണ്ടാൽ ദൈവത്തിന് സങ്കടമാവും. ദൈവത്തിൻ്റെ വചനം പറയുന്നത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പോൾ ഭയരഹിതമായ ഒരു സ്നേഹമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ശരിക്കും അതിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഡോണി, നാം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും മാത്രവുമല്ല ആ സ്നേഹവാനായ ഒരു ദൈവത്തിന് പലപ്പോഴും നമ്മോട് അസൂയ തോന്നാറുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ അസൂയ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. എന്തുകൊണ്ടാണ് ദൈവത്തിന് അങ്ങനെയുള്ളതായ ഒരു അസൂയ മനോഭാവം നമ്മോട് തോന്നുന്നത്? ആ അസൂയയുടെ അർത്ഥം എന്താണ്? നമുക്ക് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇതാണ് ആ ദിവ്യമായ എരിവ്. അസൂയ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ എന്താ പറയുക, ജലസ് എന്ന പദം ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് മലയാളത്തിൽ നമ്മൾ എരിവെന്നാണ് ഇവിടെ തർജ്ജമപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ അസൂയ എന്ന മാനുഷികമായ അർത്ഥത്തിലല്ല അതിനെ കാണുന്നത്. പൗലോസ് പറയുന്നത് എന്താണ്? നിർമ്മല കന്യകയായി നിങ്ങളെന്ത് ചെയ്യുക, എനിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് കാണണം? നിങ്ങളെ കറയും ചുളുക്കമൊന്നും ഇല്ലാത്ത നിർമ്മല കന്യകയായി എനിക്ക് വിവാഹത്തിന് സ്വീകരിക്കുവാൻ തക്കവണ്ണം അങ്ങനെ ഒരു മണവാട്ടിയായി നിങ്ങൾ ഇരിക്കണം. അതിൻ്റെ ആ ഒരു എരിവ് നമ്മൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും അല്ലെങ്കിൽ വിവാഹം നടക്കുന്നതിന് മുമ്പോ നിശ്ചയം കഴിഞ്ഞു, വിവാഹം നടക്കുന്നില്ല, അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു തീഷ്ണത അല്ലെങ്കിൽ അതിൻ്റെ ഒരു താല്പര്യം എന്നതുപോലെ എത്രമാത്രം മറ്റ് നേരത്തെ ഉണ്ടായിരുന്നതായ ലോകപരമായ പ്രവർത്തനം നോക്കി ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? മാറും. എന്നതുപോലെ നമ്മൾ നിർമ്മല കന്യകയായി മാറണം. നിർമ്മല കന്യകയായി മാറണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് കാണിക്കുന്ന എരിവ്. അതാണ് ആ ദിവ്യമായ ജലസി എന്ന് പറയുന്നത്. പാസ്റ്റർ ബിനോയ്, ദൈവം അനുകമ്പയുള്ളവനായ ദൈവമാണ്. എന്നാൽ അനുകമ്പാർദ്ദനായ ദൈവം അസൂയയോടുകൂടെ നോക്കുന്നതായ ചില കാര്യങ്ങൾ നമ്മിൽ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹം, അനുകമ്പ നാം അനുഭവിക്കുമ്പോൾ തന്നെ ദൈവം നമ്മിൽ കാണിക്കുന്നതായ ആ അസൂയ മനോഭാവം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും നാം കാണിക്കേണ്ടതുള്ളത്? 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന്, ദൈവം എങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളത് അറിഞ്ഞെങ്കിലേ അപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അത് പറയുന്നത് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ കാത്തു സൂക്ഷിക്കുന്ന പോലെ ഞാൻ സ്നേഹിക്കുന്നു. രണ്ടാമത് ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് ഞാൻ ചുറ്റി പരിപാലിക്കുന്നു. ഞാൻ നിന്നെ കഴുകൻ കൂടനക്കി തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ ഞാൻ, അതായത് ദൂരെ നിന്ന് ഇതിനെ തള്ളി താഴെ ഇടുക, എന്നിട്ട് അതിനെ പോയി സംരക്ഷിക്കുക. അതാണ് ഇത്. വേറൊരു ഉപമയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഹോവറിങ് ഓവർ. അവിടെ ഹോവറിങ് ഓവറിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു പദവും ഈ പ്രവചനം, അതായത് ആവർത്തനം 32:11 കൊടുത്തിരിക്കുന്ന വാക്കും സെയിമാണ്. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ എന്തൊരു കെമിസ്ട്രി ആണോ നടത്തിയത് അതിനെയാണ് പറയുന്നത് പക്ഷികളോട് ഉപമിക്കുക എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശ കാണുന്നത് ഒരു കിളിക്ക് എങ്ങനെയാണോ ആ കിളി അതിൻ്റെ അമ്മക്കിളി എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത് അതുപോലെ ഇങ്ങനെ ചിറകടിച്ച് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ഹോവറിങ് ഓവർ ചെയ്തുകൊണ്ടാണ്. എത്ര കരുതലോട് കൂടിയാണ്, എത്ര
എത്ര ശ്രദ്ധയോടുകൂടിയാണ് ഓരോ കാര്യങ്ങൾ മനുഷ്യൻ്റെ പിന്നെ ശാസ്ത്രീയമായ അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി, സങ്കീർണമായ മനുഷ്യൻ്റെ ഈ അനാട്ടമിയും ഫിസിയോളജിയും ഉണ്ടാക്കുമ്പോൾ എത്ര സൂക്ഷ്മമായിട്ടായിരിക്കും ദൈവം അത് നിശ്ചയിച്ചിട്ടുണ്ടാവുക. അതിനെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ ഇത്ര കരുതലോടെ സൃഷ്ടിച്ച നീ എൻ്റെ സ്നേഹത്തിൽ നിന്ന് എങ്ങനെ മാറിപ്പോവും? ഞാൻ അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു. ഖ്വാന എന്ന് പറയുന്ന ഒരു എബ്രായ പദമാണ് ആ സ്നേഹത്തിൻ്റെ, നമ്മുടെ ആ സ്നേഹത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകുമ്പോൾ ദൈവത്തിന് തോന്നുന്ന വികാരം. ഞാൻ നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കും. നിന്നെ തൊടുന്നവൻ എന്നെ തൊടുന്നതിന് പോലെയാണ്. ഞാൻ അവരോട് നിൽക്കും, ഞാൻ മിഖായേലായിട്ട് എഴുന്നേറ്റ് നിൽക്കും എന്ന് പറയുകയാണ് രക്ഷിക്കാനായിട്ട്. ഇനിയും അവസാനമായിട്ട് 1 കൊരിന്ത്യർ 13:4-8 നമുക്ക് നോക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ ശക്തൻ തന്നെ ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനനെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ എന്ന് പറയുകയാണ്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങളും അതേപോലെ ആയിരിക്കണം. ക്രിസ്തു നമ്മൾ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ക്രിസ്തു ജീവിക്കുവാണെങ്കിൽ നമ്മളിൽ ദൈവസ്നേഹമുണ്ട്. ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നതാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രകടമായ നമ്മിലുള്ളതായ തെളിവ്. അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് യേശു ക്രിസ്തുവിനെ കാണാൻ പറ്റും. പാസ്റ്റർ ഡോണി, ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലുണ്ട്, അതുകൊണ്ട് തന്നെ നാം നിത്യവും ജീവിക്കുന്നു എന്നുള്ളതായ ഒരു ചിന്ത നമ്മിൽ ഉണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെയാണ് നമുക്ക് ആ ജീവൻ വരുന്നത്. എന്നാൽ നാം ചിലപ്പോഴൊക്കെ മരണത്തെ തിരഞ്ഞെടുക്കാറുണ്ട്. ഈ മരണത്തിന് അധീനമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ എങ്ങനെയാണ് സഹായിക്കുന്നത്? നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ, ധനവാനായ ഒരു ചെറുപ്പക്കാരൻ ചെന്നിട്ട് നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവിനോട് പറഞ്ഞത് കൽപ്പന അനുസരിക്കാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു, അവൻ പറഞ്ഞു അതൊക്കെ ചെയ്യുന്നുണ്ട്, നിനക്കൊരു കുറവുണ്ടെന്ന് പറഞ്ഞു. എന്താണ്? നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് പിന്നെ അവൻ എന്നെ അനുഗമിക്കുക. ഇതാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിനക്ക് ഒരു കുറവ് എന്ന് പറയുന്നത് നമ്മുടെ സ്വയമാണ്. നമുക്കുണ്ടായിരിക്കുന്നതായ ഭൂമിയിൽ ലഭിക്കുന്നതായ പേര്, പ്രശസ്തി, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകളോ നമ്മുടെ മറ്റൊരു ലോകർ നമ്മളെ കാണുന്ന വലിയ ആഢ്യമോ, ഇതൊക്കെ നമ്മളെ എന്തോ ആണെന്നുള്ള ചിന്തയിലാക്കാണ്. അപ്പോൾ ആ സെൽഫ്, നമ്മുടെ സ്വയത്തെ നമ്മൾ മരിപ്പിക്കാത്തിടത്തോളം കാലം നമുക്ക് നിത്യത അവകാശമാക്കാൻ കഴിയത്തേയില്ല. അപ്പോൾ നമ്മുടെ സ്വയത്തെ നമ്മൾ മരിപ്പിക്കണം. അങ്ങനെ മരിപ്പിക്കുവാൻ നമ്മൾക്ക് നോക്കേണ്ടത് ക്രൂശിലേക്കാണ്. ക്രൂശിൽ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് എന്താണ്? ആ ത്യാഗത്തിൻ്റെ, ആ യാഗത്തിൻ്റെ സ്നേഹത്തിന്, അതിൻ്റെ ആഴം, നീളം, വീതി ഇതൊക്കെ മനസ്സിലാകുമ്പോൾ നമ്മൾ ഏതുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ സ്വയത്തെ നമ്മൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ സ്വയത്തെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിത്യത അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. ഈ ദൈവസ്നേഹം, ദൈവത്തിൻ്റെ അനുകമ്പ, ദൈവത്തിന് നമ്മോടുള്ളതായ പൊസസീവ്നെസ്, അത് എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ് നാം ഈ പാഠത്തിലൂടെ മനസ്സിലാക്കിയത്. ഈ പാഠം നമ്മോടൊപ്പം പഠിച്ചത് എല്ലാവർക്കും മനസ്സിലാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ പ്രേക്ഷകരെ, ദൈവസ്നേഹത്തിൽ നിത്യവും വസിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.